പോലീസിന്റെ അറ്റാക്കിംഗ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാം, എന്റെ ഓർഡേഴ്സ് അനുസരിക്കാം. ഇത്രയും നേരം എവിടെ പോയി കിടക്കായിരുന്നു? വഴി കിടക്കായിരുന്നു. ഞങ്ങളുടെ ജീപ്പ് ഒരു പ്രാവശ്യവും വാൻ 2 പ്രാവശ്യവും പഞ്ചറായി വഴി കിടക്കായിരുന്നു. അതുകൂടി പോയൊരു മീൻ ലോറി പിടിച്ചാ ഞങ്ങൾ വന്നത് അല്ലേ? ആ കാർന്നവരെയും തട്ടിക്കൊണ്ട് പോയോ? നമുക്ക് ജോലിയായി. 2 പേര് ഈ വഴി, 3 പേര് ആ വഴി, ബാക്കിയുള്ളവർ ഏതെങ്കിലും വഴി. ഞാൻ ഈ വഴി. അകത്ത് ഇപ്പൊ പോലീസുകാർ മാത്രമേ ഉള്ളൂ, വേറെ ആരും. എല്ലാ സ്ഥലവും പരിശോധിച്ച് നോക്ക് ബാലേന്ദ്ര, അവൻ ഇവിടെ തന്നെ കാണും. ഞങ്ങൾ വന്ന മീൻ ലോറി കിടപ്പുണ്ട്, അതിൽ പോയി പോലീസായി വിളിച്ചോട്ടെ. വേണ്ട, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും മണം പിടിച്ച് കണ്ടുപിടിക്കാം. നീ ഇതെങ്ങോട്ടാ പറയാതെ പോയത്? സേതുവിനൊരു ഫോൺ വന്ന് വേഗം ചെല്ലണമെന്ന്. ഞാനിപ്പോ യാത്രയാക്കിട്ട് വരിക. വല്യച്ഛൻ എന്തിനാ അവനെ വിട്ടത്? അവനോ? കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെ അവനിവനെന്നൊക്കെയാണ് വിളിക്കുന്നത്. അദ്ദേഹം നോക്കിയേ എന്നൊക്കെ വേണ്ട വിളിക്കാൻ. വല്യച്ഛ അവനൊരു ക്രിമിനലാണ്. എന്താ നല്ലതല്ലേ? സിവിൽ ലോയറെക്കായാലും ഗമ ക്രിമിനൽ ലോയർ കല്ലേടി മണ്ടി. വല്യച്ഛൻ എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? പറയുന്നത് മനസ്സിലാവാതിരിക്കാൻ നീ എന്താ ഉറുദുവാണോ പറയുന്നത്? എടീ, നിന്റെ തന്തേ തള്ളയും ചത്തുപോയപ്പോ നിന്നെ ഞാൻ ഈ കൈ വെള്ളയിലിട്ടാ വളർത്തിയത്. അന്ന് നീ മമ്മം എന്ന് പറയുന്നത് ചോറിനാണെന്നും ചീച്ചി എന്ന് പറയുന്നത് പാലിനാണെന്നും മനസ്സിലാക്കിയവനാ ഞാൻ. ഞാൻ നിന്റെ കല്യാണം ഉറപ്പിച്ചു. അവന് ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. എഴുന്നേക്കതാ, പത്രം വന്നു. പത്രം വന്നു. പിന്നെ വരാൻ പറ. എഴുന്നേറ്റ് നോക്കിയേ, ഉറക്കൊക്കെ ഇപ്പൊ പോ. പോലീസും കള്ളനും ചില പ്രേമരംഗങ്ങൾ രഹസ്യ കേന്ദ്രത്തിൽ കൂടിക്കാഴ്ച. എങ്ങനെയുണ്ട്? നെഗറ്റീവ് ഇന്നലെ രാത്രി എന്റെ കയ്യിൽ കിട്ടി. ഞാനത് അപ്പൊ തന്നെ പ്രസ്സിൽ എത്തിച്ചത് കൊണ്ടാ ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ വന്നത്. കലക്കിയല്ലേ? കലക്കിയടി, നീ എല്ലാം കലക്കി. ഈശ്വര, ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ തൊപ്പി. നീ ഒരു കാര്യം ചെയ്യ്, ആ കുളിമുറി എടുത്തോണ്ടാ, ഞാൻ ഒന്ന് കുളിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ആ ഷേവിംഗ് സെറ്റിംഗ് എടുത്തോണ്ടാ, ഞാൻ ഒന്ന് പല്ല് വെക്കട്ടെ. എന്തെങ്കിലും എടുത്തോണ്ട് പാടി, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. ഓ, വായി നോക്കി നിൽക്കുക. ഇവളെ കൊണ്ട് ഞാൻ തോറ്റി. എന്റെ ഈശ്വര, എന്തിനാ ബാലേട്ട ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഇപ്പൊ കുഴപ്പത്തിലായിരിക്കുന്നത് മിസ് നിത്യ IPS ആണ്. ബാലേട്ടന്റെ തൊപ്പി തെറിപ്പിക്കെന്ന് പറഞ്ഞല്ലേ? ഇനി കാണാം ആരുടെ തൊപ്പിയാ തെറിക്കുന്നെന്ന്. എന്റെ പരമ്പര ഒന്ന് വന്നോട്ടെ. വന്നോട്ടെടി, വന്നോട്ടെ. ഞാനൊന്ന് പോയച്ച് വന്നോട്ടെ. നിന്റെ പരമ്പര ഇന്ന് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. പേടിപ്പിക്കല്ലേ? ചിലപ്പോ ഇതേ കള്ളനും താങ്കളുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയും പത്രത്തിൽ വന്നേക്കാം. സമയമില്ല. കൊണ്ടിങ്ങ് വരും ആശ. വിശദീകരണം ഒന്നും വേണ്ട. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ അവന് കുറെ കൂടെ എളുപ്പമായി. തെളിവുണ്ടാക്കാൻ വേണ്ടി അവൻ നടത്തിയ മോഷണങ്ങളൊക്കെ നിത്യയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇനി അവൻ പറഞ്ഞാൽ നിത്യക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. തുടങ്ങി. ഇനിയിപ്പോ ഇതിനൊക്കെ സമാധാനം പറഞ്ഞത് ഞാനും. ഓ, അല്പം ക്രൂരമായി പോയി, അറിയാൻ സാർ. പക്ഷെ ഇങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ സാർ എന്നെ പിടിച്ചകത്തിടും. അതുകൊണ്ടാ. നമ്മൾ തമ്മിൽ വലിയ പരിചയമാണെന്ന് ഇന്നത്തെ പ്രഭാതം തെളിയിച്ചു കഴിഞ്ഞു. പത്രം കണ്ടില്ലേ? സാറ് പറഞ്ഞിട്ടാണ് ആ തെളിവുകളൊക്കെ ഞാൻ ശേഖരിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ കോടതി അത് വിശ്വസിക്കും. ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനേക്കാൾ വലിയ കുറ്റവാളിയായിട്ട് സാറിനെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ച കുറ്റം, IPC A193. അങ്ങനൊരു വകുപ്പ് സാറിന് അറിയാലോ. 7.5 കൊല്ലത്തെ കഠിന തടവാണ് ശിക്ഷ. സാറിനത് വാങ്ങിത്തരാൻ എനിക്കൊരു വക്കീലിന്റെ സഹായം പോലെ ആവശ്യമില്ല, അറിയാലോ. നീ ജയിച്ചു എന്ന് കരുതണ്ട. നിന്നെ ഞാൻ വിടില്ല, ഒരു കാര്യത്തും വിടില്ല. എനിക്ക് ജയിച്ചേ പറ്റൂ. ഒരിക്കൽ തോറ്റുപോയ എന്റെ നാശം അവിടെ തുടങ്ങും. ജയിക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യും, എന്തും പറയും. അതൊന്നും താങ്ങാനുള്ള കരുത്ത് സാറിനുണ്ടാവില്ല. അതുമല്ല, സാറിനെ പോലത്തെ ഒരു നല്ല ഉദ്യോഗസ്ഥയോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പറയാ, എന്റെ പുറകെ നടന്ന് വെറുതെ സമയം പാഴാക്കരുത്. എന്നെ കൂട്ടിലടക്കാനുള്ള നിയമമൊന്നും നിത്യ IPS പഠിച്ചിട്ടില്ല. പിന്നെ ആ കല്യാണത്തിന് എനിക്ക് ഇപ്പോഴും സമ്മതം കേട്ടോ.
ഹലോ, അതെ സർ. അവൻ എത്ര കത്തുകൾ അയച്ചു പറഞ്ഞത്? 10 രൂപ തന്നെ അയച്ചിരുന്നു. എല്ലാ കത്തുകളും തുറന്നു നോക്കിയോ? ഇല്ല. ബാക്കിയുള്ളതും കൂടെ തുറന്നു നോക്ക്. ശരി സർ. മോളെ നോക്കിയേ. സാറിന് ഈ കാര്യം നേരിട്ട് പറഞ്ഞാ പോരായിരുന്നോ? അതെ, മതിയായിരുന്നു. ഞാൻ പലവട്ടം ശ്രമിച്ചതാ, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. പിന്നെ പത്രത്തിലെ പരസ്യം കണ്ടപ്പോ കത്തയക്കണമെന്ന് തോന്നി. പക്ഷെ അവൻ 10 രൂപ അയക്കുമെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഇത് ശ്രദ്ധിക്കാതെ പോയത്. അല്ല, എന്തെങ്കിലും ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ അതങ്ങ് കീറിക്കളഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. എന്തിനാ കീറിക്കളയുന്നേ? ഇത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ആ ചതിക്കുഴി പോയി വീഴുമായിരുന്നു. അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ ഇങ്ങനെ മൂഡ് ഓഫ് ആവണ്ട. നമുക്ക് അവനെ പൊക്കാം. ഈ നാട് മുഴുവൻ വല വീശിയിട്ടുണ്ട്, അവൻ കുടുങ്ങാതിരിക്കില്ല. ഇതല്ലേ അവന്റെ താവളം? ജീപ്പ് അങ്ങോട്ട് മാറ്റിയിട്ടു. ഞങ്ങൾ വരണോ സാർ? വേണ്ട, ഇത് തൃപ്പേശക സ്ഥലമാണ്. പോലീസാണെന്ന് അറിയിക്കാതെ വേണം അകത്തേക്ക് ചെല്ലാൻ. അതല്ലേ ഞാൻ മഫ്റ്റിയില് സോറി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്പം ബുദ്ധി പ്രയോഗിക്കുന്നതാണ് ബുദ്ധി. ആരും അറിയാതെ അവനെ അറസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. ജീപ്പ് നല്ല ദൂരത്തേക്ക് മാറ്റിട്ടോ. ശരി സാർ. എന്ത് വേണം? ഇവിടെയല്ലേ ഹരീന്ദ്രൻ താമസിക്കുന്നത്? നീ എന്താണ് വിചാരിച്ചത്? ഞാൻ ആണുങ്ങളെ കെട്ടി പൊറപ്പിക്കുകയാണോ? നിങ്ങളെ അത് അതല്ല ഞാൻ ചൊറിയണ വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ. നീ അറിഞ്ഞേ പോകും. എന്താടി എന്താടി തോക്കായിട്ട് പേടിപ്പിക്കുന്ന പീടികയായിട്ട് പേടിപ്പിച്ചില്ലോ. എന്താ അവിടെ? എന്താടി കൊച്ചമ്മണി? ഇയാൾക്ക് ഇതിനകത്ത് ആളുണ്ടോന്ന് അറിയണമെന്ന്. ആ നീ പോ. എന്താ സാറേ തോക്കൊക്കെ ആയിട്ട് വെടിവെക്കാൻ ഇറങ്ങിയതാ? അല്ല അതിനെ കൊച്ചുണ്ണി വേണ്ട, പരിചയം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന ഈ പരിചയം ഒന്നും ഞങ്ങളോട് കാണിക്കാറില്ലല്ലോ. പട്ടി മാറി നിക്കടാ എന്നല്ലേ സാറ് പറയാറുള്ളത്? അല്ല സാർ എന്തിനാ മാറിയുന്നത്? അത് പിന്നെ സൂര്യപ്രകാശം കണ്ണിലടിച്ചിട്ട് സൺലൈറ്റ്. ഓഹോ, എല്ലാരും ഉണ്ടല്ലോ. ഹൗ ആർ യു? ഹരീന്ദ്രൻ എവിടെ? ഹരീന്ദ്രന്റെ പേരും പറഞ്ഞ് ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഈ കോളനിക്കകത്ത് വന്ന് എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാ അടിച്ച് പൊളിക്കണ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഹരീന്ദ്രനെ ഒന്ന് കാണാൻ വന്നതാ. അവനെ അറസ്റ്റ് ചെയ്യാൻ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവുണ്ട്. നമ്മുടെ ഹരീന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാടാ. അതെ, എങ്കിൽ പിന്നെ തല്ലണ്ട. താങ്ക് യു. തല്ലിക്കൊല്ലണ. ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ല, അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് തരാൻ വന്ന. ജസ്റ്റ് മുന്നറിയിപ്പ് തന്നല്ലോ. അതെ, എന്നാ ചേട്ടനെ തൂക്കിയെടുക്ക്. വേണ്ട, ഒന്നും ചെയ്യണ്ട. അതെ, ഇത്രയും നാളും ഞാൻ ഉണ്ടാക്കി തന്ന തെളിവുകളും വെച്ച് പത്രത്തിലും ടിവിയിലൊക്കെ ഷൈൻ ചെയ്തിട്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിങ്ങോട്ട് വന്നാലുണ്ടല്ലോ, തൊപ്പിയാൻ തെറിപ്പിക്കും. അറിയാലോ ഞാൻ ആരാണെന്ന്. അവളില്ലേ IPS കാരി, അവളോട് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടു. തന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് തന്നോടൊരു കള്ളൻ പറഞ്ഞോ? അത് കേട്ട് താൻ ഇങ്ങോട്ട് പോന്നോ? എന്റെ മാത്രമല്ല, സാറിന്റെ തൊപ്പിയും തെറിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ യൂണിഫോം ഇട്ടോണ്ട് പറയാൻ പാടില്ലാത്ത എങ്കിലും പറയാ. അവനെ കൊണ്ട് അതിന് സാധിക്കും സാർ. പറഞ്ഞതൊക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ളവനാ അവൻ. ആണോ? ആണ് സാർ. എങ്കിൽ എനിക്കതൊന്ന് കാണുമല്ലോ. കാണാം സാർ. തനിക്ക് ഞാൻ 2 ദിവസത്തെ സമയം തരാം. തന്നോളൂ സാർ. അതിനുള്ളിൽ അവൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്റെ തൊപ്പി തെറിപ്പിക്കാൻ പോകുന്നത് ഞാനാ. താങ്ക് യു സാർ. അപ്പൊ തൊപ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ എന്ത് ചെയ്തെന്നാ? നിന്റെ ആ മുടിഞ്ഞ റിപ്പോർട്ടാ എല്ലാത്തിനും കാരണം. ഞാൻ സത്യമല്ല എഴുതിയത്. ആ സത്യം നീ എങ്ങനെയാടി അറിഞ്ഞത്? എന്റെ പുറകെ ഞാൻ പോകുന്നിടത്തൊക്കെ ഒരു CID പോലെ പാത്തും പതുങ്ങി നീ വന്നു. ഞാനൊരു ഭാര്യയാണ്. ഭർത്താവ് എവിടെയാ പോകുന്നത്, ആരെയാ കാണുന്നതെന്നൊക്കെ അറിയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഭാര്യയ്ക്കുണ്ട്. ഭർത്താവ് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഒളിഞ്ഞും മറിഞ്ഞും കണ്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഉണ്ടാക്കുന്നതല്ല ഭാര്യയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം. ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ? ഏത് ഇരുട്ടത്ത് നടക്കുന്നത് കാണാനും എത്ര അകലെ പറയുന്നത് കേൾക്കാനുമുള്ള കഴിവ് ഒരു ജേർണലിസ്റ്റിന് ഉണ്ടാവണമെന്ന് ബാലേട്ടൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്? അതെ, പക്ഷെ അത് പഠിപ്പിച്ചു തന്ന ആൾക്കിട്ട് തന്നെ പണിയരുതായിരുന്നു. നിത്യ IPS നെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ. അവൻ ആരാണെന്ന് നിനക്കറിയാം. ഇപ്പൊ അവര് തമ്മിൽ നേരിട്ടൊരു ഫൈറ്റിന് ഇറങ്ങിയിരിക്കാം. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല എന്റെ പൊന്നു.